അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ അറിയുക എന്ന ലക്ഷ്യത്തോടു കൂടെ തുടങ്ങിയ ഒരു പഠന സീരീസാണല്ലോ ഇത്. ഈ വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ, അള്ളാഹുവിനെ അറിയുക എന്ന വിഷയത്തിൽ കുറേയേറെ കാര്യങ്ങൾ നാം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. റബ്ബിനെ പറ്റി, അവൻ്റെ വിശിഷ്ട നാമമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട റബ്ബ് എന്ന അവൻ്റെ നാമം, ഖാലിഖ് എന്ന അവൻ്റെ നാമം, ഇതൊക്കെ നാം അല്പം വിശദമായി സംസാരിച്ചു. അതിനിടക്ക് മനുഷ്യരായ നമ്മിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റിയും നാം സംസാരിച്ചു. മനുഷ്യന്റെ മനസ്സ് എന്താണ് എന്ന്, അത് വരുത്തുന്ന ദ്രോഹം എന്താണ് എന്ന്, മനുഷ്യനിൽ വരുന്ന പാപങ്ങൾ, ഈ പാപങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തെയും ശരീരത്തെയും ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്ന്, അങ്ങനെ ബാധിക്കുന്നതിലൂടെ അതിൽ നിന്ന് ശുദ്ധീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യം, തൗബയുടെ പ്രാധാന്യം, ഈ കാര്യവും നാം വിശദീകരിച്ചു. കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് തുടർന്ന് വീണ്ടും നമുക്ക് അള്ളാഹുവിനെ അറിയുവാനുള്ള ആ യജ്ഞത്തിലേക്ക് തന്നെ നീങ്ങാം. ഈ ഒരു ഏതാനും ക്ലാസ്സുകളിലൂടെ, തുടർന്നുള്ള ഏതാനും ക്ലാസ്സുകളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ പറ്റി ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ലോകത്തുള്ള സർവ മുസ്ലിങ്ങളും ആരും ഒഴിവില്ലാതെ എല്ലാ മുസ്ലിം സംഘടനകളും ഒക്കെ എല്ലാവരും ഒരുപോലെ അവകാശപ്പെടുന്ന ഒരു വചനമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളുടേതാണ് യഥാർത്ഥ ശരി എന്ന് പറയുന്നവരാണ് എല്ലാവരും. ഇവിടെയാണ് യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക. ഇവിടേക്ക് വരൂ എന്നുള്ള ക്ഷണം നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. സർവ വിഭാഗങ്ങളും അവരവർ ഇതാണ് ശരിയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഇലാഹ് എന്നാൽ അള്ളാഹുവിന്റെ വിശിഷ്ട നാമമായ ഇലാഹ്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇലാഹ് എന്ന നാമം. എന്താണ് ആ നാമം? അതിൻ്റെ വ്യാപ്തിയും വലുപ്പവും എന്താണ്? അത് ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ക്ഷണിക്കുന്നവരൊക്കെയും അതിനെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ടോ? ഇതാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. എവിടേക്കും ഏതു ഭാഗത്തേക്കും ചെല്ലാം, പക്ഷെ അവിടെ ഹക്ക് പറഞ്ഞു തരുന്നുണ്ടോ, ബോധ്യപ്പെടുത്തി തരുന്നുണ്ടോ എന്നതാണ് നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഇലാഹിനെ അറിയുവാൻ, അത് അറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ, ഹൃദയത്തിൽ അത് രൂഢമൂലമാകാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദ് 47-ാമത്തെ അധ്യായം 19-ാമത്തെ സൂക്തം ഉണർത്തുന്നത് നോക്കുക. ഫഅലം, നീ അറിയുക തന്നെ വേണം, നീ അറിയൂ, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് നീ അറിയണം. നീ അറിയണം, അറിഞ്ഞുകൊണ്ടായിരിക്കണം അതിൽ പ്രവേശിക്കേണ്ടത്. വസ്തഗ്ഫിർ ലിദംബിക, നിന്റെ ദുനൂബുകൾക്ക് നീ മഗ്ഫിറത്ത് ചോദിക്കണം. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, സർവ മുസ്ലിം ആണും പെണ്ണുമായ സർവർക്കും മഗ്ഫിറത്ത് ചോദിക്കണം. പ്രവാചകരെ, മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വല്ലാഹു യഅലമു മുതഖല്ലബഹും, നിങ്ങളുടെ ഓരോരുത്തരുടെയും പോക്ക് വരവ് അറിയുന്നവൻ അല്ലാഹുവാണ്. നിങ്ങളുടെ ഓരോ ചലനവും അറിയുന്നവൻ അവനാണ്. വമസ്വാക്കും, നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നതും നിങ്ങളുടെ താമസ സ്ഥലവും അവനാണ് അറിയുന്നവൻ. നോക്കുക, ഈ വചനത്തിൽ തന്നെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചുരുക്കി വിവരിക്കുന്നു. അത് ഹൃദയം കൊണ്ട് ആലോചിച്ച് തദബ്ബുർ ചെയ്ത് പരിശോധിക്കണം നമ്മൾ. അല്ലാതെ അറിയാതെ
ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോ ചേരിയിലോ ചെന്ന് നിന്നതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ബോധ്യപ്പെടുകയില്ല. അത് ബോധ്യപ്പെടാൻ അതിനെപ്പറ്റിയുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കണം. അപ്പോൾ ആശയക്കുഴപ്പത്തിൽ എത്തേണ്ട ഒരു സംഗതിയല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അറിഞ്ഞ് ബോധ്യപ്പെടേണ്ടത് തന്നെയാണ്. നോക്കുക, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലും സൂചിപ്പിക്കുന്നു, ഫഅലം ഹാദാ ബലാഗുൻ ലിന്നാസ്. സൂറത്ത് ഇബ്രാഹിമിൽ സൂചിപ്പിക്കുന്നു ഹാദാ ബലാഗുൻ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് ആകമാനമുള്ള ഒരു വിളംബരമാണ്. വലിയുൻദറൂ ബിഹി, ഇത് മുഖേന അവർക്ക് വാണിംഗ് കൊടുക്കുകയുമാണ്. വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ, ഒരേ ഒരു ഇലാഹേ ഉള്ളൂ എന്നത് അവരെ അറിയിക്കുവാനുമാണ് ഈ സന്ദേശം ഈ ഇറക്കി തന്നിരിക്കുന്നത്. ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബിന് ഉത്ബോധനമായിട്ടാണിത്. അവർക്കത് ഒറ്റ ഒരു ഉത്ബോധനം കൊടുത്താൽ തന്നെ ബോധ്യപ്പെടും. ഉലുൽ അൽബാബായി മാറണം. ആരാണ് ഉലുൽ അൽബാബ്? വലിയ ബുദ്ധിരാക്ഷസന്മാരാണോ? ശാസ്ത്രവും ഗവേഷണവും നടത്തുന്നവരാണോ? ഒക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഗുണമാണ് ഉലുൽ അൽബാബ്, ലുബുള്ളവൻ. അങ്ങനെ ഉലുൽ അൽബാബിന് പെട്ടെന്ന് ഗ്രഹിക്കാവുന്ന ഒരു സംഗതിയാണിത്. നോക്കുക, ആരുടേതാണ് ഇലാഹ്? മനുഷ്യരുടെ മാത്രം ഇലാഹാണോ? ആ ഇലാഹ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന പ്രകാശം എന്താണ്? നമ്മുടെ ഉള്ളിൽ വരുന്ന അതിൻ്റെ ആ ഒരു വ്യാപ്തി എത്രയാണ്? വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു സൂറത്തു സുഖ്റുഫിൽ 43-ാമത്തെ അധ്യായം 84-ാമത്തെ വചനം, ഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹുൻ, അവനാകുന്നു ആകാശത്തിലൊക്കെയുള്ള ഇലാഹ്, വഫിൽ അർദി ഇലാഹുൻ, ഭൂമിയിൽ ആകമാനവും ഉള്ള ഇലാഹ് അവൻ തന്നെയാണ്, വഹുവൽ ഹക്കീമുൽ അലീം, യുക്തിമാനായ ജ്ഞാനിയാണവൻ. യുക്തിമാനായ ജ്ഞാനിയാണവൻ, ഹക്കീമുമാണ്, അലീമുമാണ്. അപ്പോൾ ആകാശത്തിലാകമാനമുള്ള, ഭൂമിയിലാകമാനമുള്ള, ഈ പ്രപഞ്ചത്തിന്റെ ആകമാനം, സൃഷ്ടിലോകത്തിന്റെ ആകമാനം ഇലാഹ്. ആ ഇലാഹിനെയാണ് അറിയേണ്ടത്. നോക്കുക, ആരാണ് ഇത് അറിയാൻ ബാക്കിയുള്ളത്? ഇലാഹിനെ അറിയാൻ ബാക്കിയുള്ളത് ആരാണ്? നമുക്ക് പരിശോധിക്കാം. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, നീ കാണുന്നുണ്ടോ? നീ അതിനെപ്പറ്റി ബോധവാനാണോ? നീ അറിയുന്നുണ്ടോ? അന്നല്ലാഹ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാത്, ആകാശഗോളങ്ങളിലുള്ളവരെല്ലാം, സർവാകാശങ്ങളിൽ, എല്ലാ ആകാശങ്ങളിലും ഉള്ളവർ അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വൽ അർദി, ഭൂമിയിലുള്ള എല്ലാം അവന് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വത്വൈറു സാഫാത്തിൻ, ആകാശത്ത് അണിനിരന്ന് പറക്കുന്ന പക്ഷികൾ പോലും അള്ളാഹുവിന് തസ്ബീഹ് അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കുല്ലുൻ ഖദ് അലിമ സലാതഹു വതസ്ബീഹു, അവയുടെ സലാത്ത് എന്താണ് എന്ന്. നമ്മുടെ സലാത്ത് നമുക്ക് എന്താന്ന് മനസ്സിലായോ? നമ്മൾ സലാത്ത് നിർവഹിക്കുന്നുണ്ടല്ലോ, 5 നേരത്തെ സ്വലാത്ത്. എന്നാൽ അവയുടെ സ്വലാത്ത് അവർക്കറിയാം. ആർക്കാണ് ഈ സ്വലാത്ത് നിർവഹിക്കുന്നത്, എങ്ങനെയാണ് ആ സ്വലാത്ത് നിർവഹിക്കേണ്ടത് എന്ന് അവർക്കറിയാം. വതസ്ബീഹുഹു, അവനെ എങ്ങനെ തസ്ബീഹ് ചെയ്യണം എന്നതും അവർക്കറിയാം. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ, നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതും അള്ളാഹു ഏറെ സൂക്ഷ്മമായി അറിയുന്നവനാണ്, അലീമാണ്, അങ്ങേയറ്റം അറിയുന്നവനാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ജീവജാലങ്ങൾക്കും ഈ സൃഷ്ടിലോകത്തുള്ള സർവ്വതിനും, എല്ലാ സർവചരാചരങ്ങൾക്കും അള്ളാഹുവിനറിയാം. എങ്ങനെയാണ് അവനോട് സലാത്ത് നിർവഹിക്കേണ്ടതെന്നറിയാം, എങ്ങനെയാണ് തസ്ബീഹ് നിർവഹിക്കേണ്ടതെന്നറിയാം. അറിയാത്തത് ആര് മാത്രമാണ്? നോക്കുക, വിശുദ്ധ ഖുർആൻ ഒന്നുകൂടെ ഉണർത്തട്ടെ. ഇത് സൂറത്ത് നൂറിൽ നിന്നുള്ള 41-ാമത്തെ വചനമാണ് നാം സൂചിപ്പിച്ചത്. ഇനി സൂറത്ത് ഹജ്ജിലെ 22-ാമത്തെ അധ്യായമായ സൂറത്ത് ഹജ്ജിലെ 18-ാമത്തെ വചനം ഒന്ന് പരിശോധിച്ച് നോക്കൂ. അലം തറ, നീ കാണുന്നുണ്ടോ? നീ കാണണം എന്നർത്ഥം. അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി,
ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവിന്റെ സുജൂദും ചെയ്തുകൊണ്ടിരിക്കുന്നു. വശംസു വൽ ഖമറു വന്നുജൂം, എണ്ണി പറയുന്നു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ജിബാല് പർവ്വതങ്ങൾ, വശജറു സർവമരങ്ങളും സസ്യലതാദികളും, വദ്ദവാബു സർവ ജീവജാലങ്ങളും, വക്കസീറും മിനന്നാസ് അറിഞ്ഞു ബോധ്യപ്പെട്ട കുറെ മനുഷ്യരും, വക്കസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ് ഈ അറിയാത്ത, ഈ റബ്ബിനെ അറിയാത്ത, ഇലാഹിനെ അറിയാത്ത കുറെ മനുഷ്യരുണ്ട്. വമയ്യുഹിനില്ലാഹു അത് അള്ളാഹു അത് അപമാനമാണ്. ഭൂമിയിൽ ഉള്ള ജീവിതത്തിലെ സർവ്വ ജീവജാലങ്ങളെക്കാളും തരംതാണു പോകുന്ന ഒരവസ്ഥയാണത്. വമയ്യുഹിനില്ലാഹു ആരെങ്കിലും അള്ളാഹു അപമാനത്തിലാക്കിയാൽ ഫമാലഹൂമി മുഖ്യം അവനെ പിന്നെ ആദരിച്ചുയർത്താൻ ലോകത്താരുമില്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാഉ എല്ലാം അള്ളാഹു മശീഅത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ മശീഅത്ത് എന്താണ് എന്നറിയണം. അല്ലാതെ വെറുതെ ദലാലത്തിലാവുകയല്ല. ആ മശീഅത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യരായ നമുക്ക് മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹിനെ അറിയാൻ ബാക്കിയുള്ളത് നമ്മൾ മാത്രമാണ്. ബാക്കി സർവ്വതിനും അറിയാവുന്ന ഒന്നുകൂടെ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. തുസബ്ബിഹു ലഹുസ് സമാവാതു സബഉ വൽ അർദു വമൻ ഫീഹിന്ന 7 ആകാശങ്ങളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വൽ അർദു ഭൂമിയും, വമൻ ഫീഹിന്ന അവയിലെല്ലാം ഉള്ള സർവ വസ്തുക്കളും, വഇൻ മിൻ ഷൈഇൻ ഒരു വസ്തുവുമില്ല, ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി അവനെ തസ്ബീഹും ഹംദും ചെയ്യാതെ, വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും അവരുടെ തസ്ബീഹൊന്നും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. മനുഷ്യരെ, നിങ്ങൾ വലിയ അറിവുള്ളവരായിട്ട് അവ ചെയ്യുന്ന തസ്ബീഹ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഇന്നഹു കാന ഹലീമൻ അവൻ എന്തുമാത്രം സഹിക്കുന്നവനാണ്. മനുഷ്യർ ചെയ്യുന്ന അപരാധങ്ങൾ കണ്ട് കേട്ട് സഹിച്ചു നിൽക്കുന്നു. ഒരു നടപടി എടുക്കാതെ നന്നാകാൻ അവസരം നൽകി. ഹലീമാണവൻ, സഹനമുള്ളവനാണവൻ, സഹിക്കുന്നവനാണവൻ. നാം വിചാരിക്കരുത് ഈ അറിയാതെ അലഞ്ഞു നടക്കുന്ന, ഗഫ്ലത്തിൽ നടക്കുന്ന, അശ്രദ്ധയിൽ നടക്കുന്ന ഈ നടത്തം അള്ളാഹു അറിയാത്തവനാണെന്ന്. എത്രയും ആദ്യം അറിയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. അള്ളാഹുവിനെയാണ് അറിയേണ്ടത്, ഇലാഹിനെയാണ് അറിയേണ്ടത്. അതിലേക്ക് വഴിയാണ് നമുക്ക് തുറക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ചരാചരങ്ങളും അറിയുന്ന ഇലാഹിനെ, നമ്മുടെയും ഇലാഹാണെന്നറിയാൻ, ആ ഇലാഹിനെ ബോധ്യപ്പെടാൻ, ആ ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇബാദത്തുകളിലേക്ക് നാം കടന്നെത്തുകയുള്ളൂ. വെറുതെ കുത്തിമറിയാം, വെറുതെ പട്ടിണി കിടക്കാം, വെറുതെ മക്കയിൽ പോകാം. പക്ഷേ ഇലാഹിനെ അറിഞ്ഞുകൊണ്ടുള്ള ഇബാദത്ത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. സ്വർഗം തുറക്കുന്ന താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസുകളിലൂടെ നമുക്കത് വിശദമായി പരിശോധിക്കാം. നാം കണ്ണ് തുറന്നു വെക്കുക, ശ്രദ്ധാലുക്കളാവുക, സൂക്ഷ്മാലുക്കളാവുക, ജിജ്ഞാസയുള്ളവരാവുക, അറിയണം എന്ന അത്യാഗ്രഹമുള്ളവരാവുക. ആ ആഗ്രഹമുള്ളപ്പോൾ എന്താണ് നമ്മൾ തേടുന്നത്, അത് നമ്മെയും ഈ പ്രകൃതിയിൽ തേടി വരും. അത് അള്ളാഹു വെച്ച വ്യവസ്ഥയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ യഥാവിധി മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന, അവനെ പറ്റിയുള്ള ഗാംഭീര്യം ഉൾക്കൊണ്ടവരായി, അവന് ഇബാദത്ത് ചെയ്യുന്നവരായി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥ അവകാശികളായി നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.